കേരളത്തിലെ ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി കത്തോലിക്ക കോൺഗ്രസ് ഉയർന്നെഴുന്നേറ്റിരിക്കുകയാണ്. ഞാൻ ഇന്നലെ നമ്മുടെ തളിപ്പറമ്പിനടുത്ത് പരിയാരത്തുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനടുത്ത് ഒരു പരിപാടിക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന 150ഓളം വരുന്ന നേഴ്സുമാര് എന്റെ അടുക്കൽ വന്നൊരു പരാതി പറഞ്ഞു. അച്ഛാ, മുനമ്പത്ത് കത്തോലിക്ക കോൺഗ്രസ് ഇടപെട്ടതുപോലെ ഈ നാട്ടിലെ പരിയാരം ഗവൺമെന്റ് കോളേജിലെ പാവപ്പെട്ട നേഴ്സുമാർക്ക് വേണ്ടി കത്തോലിക്ക കോൺഗ്രസിന് ഇടപെടാമോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താണ് വിഷയം? അച്ഛനറിയാമല്ലോ, ഈ പരിയാരത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആയത് ഈ അടുത്ത കാലത്താണ്. ഈ ഗവൺമെന്റ് കോളേജായ കാലഘട്ടത്തില് വലിയൊരു ദിശാമാറ്റം അവിടെ ഉണ്ടായി. അതിനു മുമ്പുണ്ടായിരുന്ന നേഴ്സുമാരെ ഗവൺമെന്റ് നേഴ്സുമാരായി അംഗീകരിച്ചു. എന്നാൽ അവിടെ വലിയൊരു അനീതി നടന്നു. എന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? ഗവൺമെന്റ് കോളേജുകളില്, ഗവൺമെന്റ് ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് കൃത്യമായ നിയമവ്യവസ്ഥ അനുസരിച്ചുള്ള ശമ്പളം ഈ നാട്ടിൽ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ പരിയാരം ഗവൺമെന്റ് കോളേജിലെ നേഴ്സുമാർക്കാർക്കും ഈ ആനുകൂല്യം കൊടുക്കുന്നില്ല. വലിയ വിവേചനമാണ് അവിടെ നടക്കുന്നത്. പക്ഷേ നേഴ്സുമാരുടെ സംഘടനകളും അതിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും സംഘടനകളിൽപ്പെട്ടവരാണ് അവിടെയുള്ള നേഴ്സുമാര്. അവര് പറഞ്ഞൊരു കാര്യമുണ്ട്: ഞങ്ങൾ സമരത്തിനിറങ്ങിയാൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സമരം ചെയ്യാൻ പാടില്ല എന്ന നിയമം വെച്ച് ഞങ്ങളുടെ പേരിൽ നടപടിയെടുക്കും. പിന്നെ ആര് ഞങ്ങളെ സഹായിക്കും? ഒരു പ്രതീക്ഷയോടെ കത്തോലിക്ക കോൺഗ്രസിന്റെ ഡയറക്ടറായ എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇത് കാണിക്കുന്നത്? ഈ നാട്ടില് സാധാരണക്കാരായ കർഷകർക്ക് മാത്രമല്ല, ഈ നാട്ടിലെ ഉദ്യോഗസ്ഥരായ സാധാരണക്കാർക്കും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി വരികയാണ്. അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുക്കുന്നില്ല. കാലാകാലങ്ങളിൽ അവരെ ചൂഷണം ചെയ്യുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ രസകരമായ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഞാൻ ചോദിച്ചു, നിങ്ങൾ ഭരണപക്ഷത്തുള്ള സംഘടനകളില്ലേ, നിങ്ങളുടെ ഭാഗത്തുള്ള ഇപ്പൊ ഭരണം, എന്തുകൊണ്ട് അവർക്ക് നിങ്ങളുടെ അവകാശം നേടിത്തന്നുകൂടാ? പ്രിയപ്പെട്ടവരെ, അവരൊതുക്കത്തിൽ എന്നോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് കേൾക്കണമോ? ഈ സംഘടനകളുടെ നേതാക്കള് ചെവിയിൽ മന്ത്രിച്ചത്രേ, അടുത്ത ഭരണം നമുക്ക് കിട്ടുമോ എന്ന് ഉറപ്പില്ല, അടുത്ത സർക്കാരിന്റെ കാലത്ത് നമുക്ക് സമരം ചെയ്യാമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇന്ന് ഈ നാട്ടിൽ നടക്കുന്നത്. കർഷകരെ മാത്രമല്ല, സാധാരണക്കാരായ മനുഷ്യരെ സർക്കാരുകള് പറ്റിക്കുകയാണ്, രാഷ്ട്രീയ പാർട്ടികള് പറഞ്ഞു പറ്റിക്കുകയാണ്. ആരുടെയാണ് കുഴപ്പം? ഞാൻ പറയും, നമ്മുടെ ഓരോരുത്തരുടെയും കുഴപ്പമാണ്. കോൺഗ്രസ് അടിമകളാണ് നമ്മൾ, മാർക്സിസ്റ്റ് അടിമകളാണ് നമ്മൾ, BJP അടിമകളാണ് നമ്മൾ. പാർട്ടിക്കാരെന്ന പേര് അല്പസമയത്തേക്ക് മാറ്റിപ്പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ അടിമത്തത്തിൽ നിന്ന് എന്ന് ഇവിടുത്തെ പൗരന്മാർ മാറി ചിന്തിക്കുന്നുവോ അന്നേ ഈ നാട്ടിൽ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, കർഷകന് എന്തുകൊണ്ടാണ് ഈ അവകാശ സമരങ്ങൾ നടത്തേണ്ടി വരുന്നത്? കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരുകളെ നമ്മളെ പറഞ്ഞു പറ്റിക്കുന്നത് എന്തുകൊണ്ടാണ്? പശുവിനെ പച്ചപ്പുല്ല് മുന്നിൽ കാട്ടി പറ്റിച്ച് നടത്തിക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഇതേ പറ്റീരല്ലേ നമ്മളെയും പറ്റിക്കുന്നത്? ഞങ്ങൾ ജയിച്ചു കയറിയാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കുമെന്ന് ഇവിടെ നിന്ന് മാറി മാറി ഭരിച്ച എല്ലാ സർക്കാരുകളും പറഞ്ഞു. ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷത്തോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കഴിഞ്ഞ തവണത്തെ പ്രകടന പത്രികയിൽ നിങ്ങൾ എഴുതി വെച്ചതല്ലേ 250 രൂപ റബ്ബർ കർഷകർക്ക് ബാങ്ക് വില പ്രഖ്യാപിക്കുമെന്ന്? എന്തേ നിങ്ങൾ ആ വാക്ക് പാലിക്കാത്തത്? ഇന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി തലശ്ശേരിയിലുണ്ട്. ഞാൻ പോരുമ്പോൾ അവിടെ മുനിസിപ്പൽ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് വന്ന എന്നെയും ക്ഷണിച്ചിരുന്നു ആ പ്രോഗ്രാമിന്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയോട് ഞാൻ ചോദിക്കട്ടെ, ആർജവത്വമുണ്ടെങ്കിൽ, ഇവിടുത്തെ സാധാരണക്കാരന്റെ കണ്ണുനീര് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കണം. ഈ റബ്ബർ കർഷകന് 250 രൂപ കൊടുക്കണം. അഭിമന്യ പിതാവ്
ഇതേ വേദിയിൽ വെച്ച് ഈ കുരിശുവള്ളിയെ സാക്ഷി നിർത്തി അനേകാര്യങ്ങൾക്ക് വേണ്ടി കേരള സർക്കാരുകളോട് ആവശ്യപ്പെട്ടു 300 രൂപ തരണമെന്ന്. അതുവരെ കർഷകരുടെ കാര്യം പരിഗണിക്കാത്ത എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇടവന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അഭിമന്യ പിതാവിന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഇവിടെ സബ്സിഡി കിട്ടാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അതിനു മുമ്പ് ഈ സബ്സിഡി ഇവിടെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് കൊടുത്തില്ല? ഇവിടെ കർഷകർ സംഘടിതരല്ല എന്നവർക്കറിയാം. എന്നാൽ ആ കാര്യം മാറുകയാണ്. ഇവിടുത്തെ കർഷകരെ ഒരുമിച്ച് നിർത്തുവാൻ ജാതി, മത, വർണ്ണ, രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ കത്തോലിക്ക കോൺഗ്രസ് ഇന്നുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും സാധാരണക്കാരന് വേണ്ടി, കർഷകന് വേണ്ടി, അവഗണിക്കപ്പെട്ടവന് വേണ്ടി, പുറന്തള്ളപ്പെട്ടവന് വേണ്ടി ഈ നാട്ടിലുണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഭിമന്യ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവിന്റെ നേതൃത്വത്തില് ബഹുമാനീയനായ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ സാറിന്റെ നേതൃത്വത്തില്, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് വടുകയിൽ സാറിന്റെ നേതൃത്വത്തില്, ഗ്ലോബൽ സെക്രട്ടറി ട്രഷറർ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ടോണി പുഞ്ചക്കുന്നേൽ സാറിന്റെ നേതൃത്വത്തില്, ഈ തലശ്ശേരി അതിരൂപതയുടെ ആദരണീയനായ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് സാറിന്റെ നേതൃത്വത്തില്, സെക്രട്ടറി ആയിരിക്കുന്ന ജിമ്മി ഐത്തുപറ്റ സാറിന്റെ നേതൃത്വത്തില് ഇന്ന് ഇവിടെ കത്തോലിക്ക കോൺഗ്രസ് ആർക്കും അവഗണിക്കാൻ പാടില്ലാത്ത വിധം കരുത്താർജിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്നത് വെറും പിൻവാക്കുകളല്ല. നിങ്ങൾ ഈ അടുത്ത കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിക്കേ. എന്തുകൊണ്ടാണ് വയനാട് വെറും 65% ആളുകൾ മാത്രം വോട്ട് ചെയ്തത്? 65% ആളുകളെ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ 35% വോട്ടവകാശം ഉപയോഗിച്ചില്ല എന്നാണ് അതിന്റെ അർത്ഥം. വയനാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ പലവരും ആവർത്തിച്ചാവശ്യപ്പെട്ട നിരവധി കാര്യങ്ങൾ അംഗീകരിക്കാതെ വന്നപ്പോൾ അവർ വോട്ടിൽ നിന്ന് വിട്ടുനിന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു ഉപതെരഞ്ഞെടുപ്പിന് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളില് കർഷകര് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തില് കൃത്യമായ നിലപാടുകൾ എടുക്കും. കത്തോലിക്ക കോൺഗ്രസിന് കക്ഷി രാഷ്ട്രീയമില്ല. ഞങ്ങൾ ഇടതിന്റെയോ വലതിന്റെയോ അതിനപ്പുറമുള്ളതിന്റെയോ അടിമകളല്ല. ആരും ഞങ്ങളെ ഒരു തൊഴുത്തിലും കൊണ്ട് കെട്ടുവാൻ വെറുതെ വ്യാമോഹിക്കണ്ട. പക്ഷേ ഞങ്ങൾക്ക് നിലപാടുകളുണ്ട്. ഞങ്ങളുടെ നിലപാടുകൾ കർഷകന് വേണ്ടിയുള്ള നിലപാടാണ്, സാധാരണക്കാരന് വേണ്ടിയുള്ള നിലപാടാണ്. ഇനി മുതൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ പ്രശ്നാധിഷ്ഠിതമായ നിലപാട് കത്തോലിക്ക കോൺഗ്രസ് സ്വീകരിക്കുമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളോട് ഉറക്കെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ മുന്നിട്ടിറങ്ങും. ഓരോ സ്ഥാനാർത്ഥിയെയും കൃത്യമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുകയും ചെയ്യും. വോട്ട് നേടി ജയിച്ചങ്ങ് പോയാൽ ഇനി മുതൽ തിരിച്ചു വരുമ്പോൾ വീണ്ടും വോട്ട് കിട്ടി 5 വർഷം കഴിയുമ്പോൾ ജയിക്കാമെന്ന് ആരും വ്യാമോഹിക്കണ്ട. ഇവിടുത്തെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധരായി മാറുകയാണ്. അല്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസ് ഇടപെട്ട് രാഷ്ട്രീയ പ്രബുദ്ധരാക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളാക്കുമെന്നല്ല, രാഷ്ട്രത്തെക്കുറിച്ച് അവബോധമുള്ളവരാക്കും. ഈ രാഷ്ട്രത്തിലെ സാധാരണക്കാരനായ പൗരന് വേണ്ടി സംസാരിക്കുന്നവരെ മതി ഇനി മുതൽ MP-മാരായിട്ടും MLA-മാരായിട്ടും നമുക്ക് വേണ്ടത്. സാധാരണക്കാരന്റെ പക്ഷത്ത് നിൽക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ നമ്മുടെ കൂട്ടായ്മ നമുക്ക് വളർത്തണം. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ എന്തെല്ലാം നീറുന്ന പ്രശ്നങ്ങളുണ്ട്, എത്ര രാഷ്ട്രീയക്കാർ അത് അഡ്രസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിലെ റോഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ആലക്കോട് നിന്ന് കാപ്പിമലയ്ക്കുള്ള റോഡിലൂടെ യാത്ര ചെയ്തു, നടു ഒടിഞ്ഞില്ലെന്നേ ഉള്ളൂ. എത്ര നാളായി ആ റോഡൊന്ന് നന്നാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. കാപ്പിമല നിവാസികള് എത്രയോ നിവേദനങ്ങള് വിവിധ സർക്കാരുകൾക്ക് മുമ്പിൽ കൊടുത്തു. എന്തേ പരിഗണിക്കാത്തത്? ഈ സമ്മേളനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് അഭിമന്യ പിതാവിന്റെ അനുവാദത്തോടെ ഞാൻ ആവശ്യപ്പെടുകയാണ്. സർക്കാർ എത്രയും പെട്ടെന്ന് ഈ ആലക്കോട് കാപ്പിമല റോഡ് ടെൻഡർ ചെയ്തു കൊടുക്കണം, ടാർ ചെയ്യണം. അത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. അതുപോലെ ആ ചീക്കാട് പ്രദേശത്ത് ഒരു പാലത്തിന് വേണ്ടി സാധാരണക്കാരായ മനുഷ്യര്, ചീക്കാട് നിവാസികള്
കരയാൻ തുടങ്ങിയിട്ട്, അക്ഷരാർത്ഥത്തിൽ കരയാനും വിലപിക്കാനും തുടങ്ങിയിട്ട് എത്ര കാലമായി? എന്റെ ഗവൺമെന്റുകൾക്ക് അത് സാധിച്ചുകൂടാ? നിങ്ങൾക്ക് വലിയ ഹൈവേകൾ പണിയാൻ കോടിക്കണക്കിന് രൂപയുണ്ട്. മലയോരത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പണമില്ല, സമയമില്ല, സൗകര്യമില്ല. ഇനി അത് മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അതിശക്തമായി പ്രതികരിക്കും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതുപോലെ മണക്കടവ്, മൂരിക്കടവ് റോഡ്, മണക്കടവ് ചീക്കാട് റോഡ്, ഈ റോഡുകളുടെ ഒക്കെ ശോച്യാവസ്ഥ പരിഹരിച്ച് ഈ നാട്ടിലെ ആളുകൾക്കും സൗകര്യപ്രദമായി ജീവിക്കുവാനുള്ള സംവിധാനം ഈ നാട്ടിൽ ഒരുക്കണമെന്നാണ് ഗവൺമെന്റുകളോട് എനിക്ക് പറയുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സാധാരണക്കാരന് വേണ്ടി, അവഗണിക്കപ്പെട്ടവന് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ടവന് വേണ്ടി കത്തോലിക്ക കോൺഗ്രസ് ഇന്ന് കേരളത്തിൽ സജീവമാണ്. കഴിഞ്ഞൊരു ദിവസം ഒരു ചാനൽ ചർച്ചയിൽ, പ്രശസ്തമായ നമ്മുടെ ഒരു ചാനലിലാണ്, ആ ചാനൽ ചർച്ചയിൽ അവരെന്നോട് ചോദിച്ചു, ഈ കർഷകർക്ക് വേണ്ടി കത്തോലിക്ക കോൺഗ്രസ് എന്തിനാണ് നിലനിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, കത്തോലിക്ക കോൺഗ്രസ് സിറോ മലബാർ സമുദായ സംഘടനയാണ്. സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയാണ്. ഈ സംഘടന ഈ നാട്ടില് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമുന്നതരായ നേതാക്കന്മാരെ വാർത്തെടുക്കുവാൻ പ്രതിജ്ഞാബദ്ധരാണ്. നിങ്ങൾ അല്പമുമ്പം എനിക്ക് മുമ്പ് പ്രസംഗിച്ച കോയിക്കൽ ജോർജ് സാറിന്റെ പ്രസംഗം കേട്ടു. ഇടിനാദം പോലെ ഇടുക്കിയിൽ നിന്ന് ഇവിടെ എത്തിയ ഈ ജോർജ് സാറ് ഒരു പ്രതീകമാണ്. ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി മറ്റ് യാതൊരുവിധ കക്ഷി രാഷ്ട്രീയ ചിന്തയുമില്ലാതെ പ്രവർത്തിക്കുവാൻ ഇറങ്ങി വരുന്ന നേതാക്കന്മാരുടെ ഒരു നില തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത് വരുന്ന ആളുകളെ നമ്മൾ വളർത്തിയെടുക്കും. നമ്മുടെ എല്ലാവരുടെയും സഹായ സഹകരണം വേണം. ഒരിക്കൽ കൂടി കത്തോലിക്ക കോൺഗ്രസിന്റെ ആദരണീയരായ നേതാക്കന്മാരെയും പ്രവർത്തകരെയും അഭിനന്ദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്ന ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ നമ്മുടെ കൂടെയുണ്ട്. ഇവിടുത്തെ വ്യാപാരി വ്യവസായികളുണ്ട്. അവരെ പറ്റി ഒരു വാക്ക് പറയാതെ നിർത്തുന്നത് നന്ദികേടാണെന്ന് എനിക്കറിയാം. കഴിഞ്ഞ തവണ ഇതേ സ്ഥലത്ത് ഈ കുരിശുപള്ളിക്ക് മുമ്പിൽ ആയിരക്കണക്കിന് ആളുകളെ നിരത്തി അഭിമന്യ പിതാവിന്റെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിയ റാലിയും പൊതുസമ്മേളനവും അതിന് ആത്മാർത്ഥമായി സഹകരിച്ചവരാണ് ഈ ആലക്കോടത്തെ വ്യാപാരി സുഹൃത്തുക്കള്. കാരണം എന്താണെന്നറിയാവോ? ഈ വ്യാപാരികൾക്ക് അവർക്ക് വ്യാപാരം നടത്തണമേ, മനോഹര മേഖലയിലെ സാധാരണക്കാരനായ കർഷകന്റെ കീശയിൽ കാശ് വേണം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒരേ തൂവൽ പക്ഷികളാണ്. ഇവിടുത്തെ കർഷകരാരും ഇവിടുത്തെ വ്യാപാരികളാരും വൻ അദാനികളോ അംബാനിമാരോ അല്ല, സാധാരണക്കാരായ വ്യാപാരികളാണ്. നമുക്ക് പരസ്പരം സഹകരിച്ച് മുന്നേറാം. കർഷകരും വ്യാപാരികളും ചുമട്ടുതൊഴിലാളികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ടാക്സി ഡ്രൈവർമാരും എന്തിനു വേണ്ടി രാഷ്ട്രീയ പാർട്ടികളെ ഉപേക്ഷിക്കുക, അവഗണിക്കുന്ന, കാലാകാലങ്ങളിൽ പറ്റിക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുമെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഒരിക്കൽ കൂടി നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് കർഷകർക്ക് വേണ്ടി ജീവൻ വെടിയുന്നതുവരെ ഒപ്പമുണ്ടാകുമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് കത്തോലിക്ക കോൺഗ്രസ്, ജയ് കിസാൻ.